വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുകയാണ്, നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഒരു അടിപൊളി വിഷു ആശംസകൾ, ഹാപ്പി വിഷു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വിഷുവിന്റെ തലേന്നുള്ള പ്രിപ്പറേഷൻസും അതുപോലെ തന്നെ നാളെ വിഷു ആയിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കുറച്ച് കൊച്ചു സന്തോഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഇന്ന് രാവിലെ എണീറ്റു, ഇനിയിപ്പോ പോയി കാപ്പി കുടിക്കണം. അപ്പോൾ ചമ്മന്തിയാണ്, പക്ഷെ ഞാൻ ദോശ ചമ്മന്തി ആയിരിക്കും കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം നമുക്ക് ഇന്ന് അത്യാവശ്യം ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വിഷു അല്ലേ. അപ്പൊ നമുക്ക് വീടൊക്കെ തുടച്ച് തൂത്ത് അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. പിന്നെ ആവശ്യമുള്ള ക്ലോത്ത്സ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വാഷ് ചെയ്ത് അതിനുശേഷം നമുക്ക് പുറത്ത് പോയി വിഷു കണിക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാറുണ്ട്. പിന്നെ വേറെന്താണ്, പിന്നെ വന്നിട്ട് വിഷു കണിക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കണം. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. അപ്പൊ തലേന്നുള്ള പ്രിപ്പറേഷൻസ് ആയിരിക്കും. കണി കാണുന്നത്, അമ്പലത്തിൽ പോകുന്നു, എന്തായാലും വഴിയെ നമുക്ക് കാണാം. ഓക്കെ, അപ്പം എന്തായാലും വെൽക്കം ടു വിഷു വ്ലോഗ് ഓഫ് 2025. ജോലിയെല്ലാം കഴിഞ്ഞു, കുളിയും കഴിഞ്ഞു. ഇനി നേരെ പോയി ഫുഡ് കഴിക്കണം. അതിനുശേഷം നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം. അപ്പോൾ ഇപ്പോൾ പോയി ഫുഡ് കഴിക്കാം. ഇന്നത്തെ ഉച്ചത്തെ ലഞ്ച് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. എൻ്റെ ഫേവറേറ്റ് എന്നും പറയാൻ കേട്ടോ. നല്ല ചൂട് ചോറും നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി. ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ മാങ്ങയൊക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തൈര് മോരത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കറിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നല്ല ചിക്കൻ ഫ്രൈയും അച്ചാറും. പിന്നെ നമുക്ക് എന്ത് വേണം. പിന്നെ നല്ല വിശന്നാ വന്ന കാരണം ഒത്തിരി ലേറ്റ് ആയിരുന്നു കേട്ടോ, എല്ലാ പണിയും കഴിഞ്ഞ് വന്നപ്പം. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. ഈ ഒരു മാങ്ങയൊക്കെ ഞാൻ കടിച്ച് ആസ്വദിച്ച് കഴിക്കുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ എന്ന് അറിയോ, എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ ഇതുപോലെ നല്ല വലിയൊരു മാവിൻ്റെ മരം ഉണ്ടായിരുന്നു. അതിലാണെങ്കിൽ എപ്പോഴും മാങ്ങ വീഴുകയും ചെയ്യും, നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇതുപോലെ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ചെയ്തും തരുമായിരുന്നു. മാത്രമല്ല മാങ്ങ വീണെന്ന് നോക്കാനായിട്ട് ഞാനും ചേച്ചിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഓടിപ്പോയൊക്കെ നോക്കാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ഹാബിറ്റായിരുന്നു. നമ്മുടെ കുടുംബ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവിടെ മാങ്ങ വീണോ നോക്കാനും ഇങ്ങനെ ഇറങ്ങിപ്പോയി പതുക്കെ അതിൻ്റെ സൈഡിലൊക്കെ നിൽക്കാനൊക്കെ നല്ല രസമൊക്കെ ആയിരുന്നു കേട്ടോ. ഏത് വിശേഷം വന്നാലും ഓണമാണ്, വിഷുവാണ്, ക്രിസ്മസ്, എന്താണെന്നുണ്ടെങ്കിലും കരമനം ഭാഗമുണ്ടല്ലോ ഫുൾ ഓണാണ്. ഏത് സ്ഥലത്തും നമ്മൾ വാങ്ങിക്കണം എന്ന് മാത്രമേ കൺഫ്യൂഷൻ കാണൂ. മാതിരി കടകളാണ്. പുലർക്കാലേ പാടി കുഴലൂതി ചിലുചീലേ എന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലുചീലേ എന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വിഷു. ഒരു ഹാപ്പി വിഷു പറയോ. ഹാപ്പി വിഷു. സത്യം പറഞ്ഞത് മൂന്നാമത്തെ ടേക്കാണ്. നമ്മൾ ആദ്യം മൂന്നോട്ടം എടുത്ത് ഒന്ന് ഫോക്കസ് ഔട്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എനിവേസ് അങ്ങനെ മറ്റൊരു വിഷു കൂടി രാവിലെ എണീറ്റു, കണിയൊക്കെ കണ്ടു. ഇതിനൊട്ടൊന്നും കൊടുത്തില്ല കേട്ടോ. നമ്മൾ ഇനി അമ്പലത്തിൽ പോയി വന്നിട്ടേ ഉള്ളൂ ബാക്കി കലാപരിപാടികൾ കാര്യങ്ങളെല്ലാം. അപ്പൊ ഇനി നമ്മൾ നേരെ പഴവങ്ങാടി പോകുന്നു. പഴവങ്ങാടി പോയിട്ട് നമ്മൾ ആറ്റുകാലി പോവും. പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ പോകും, അച്ഛനമ്മയൊക്കെ കാണാം. അപ്പൊ യെസ്, എന്തായാലും നമുക്കിപ്പം അമ്പലത്തിലോട്ട് പോവാം. ആദു, സേ ഹാപ്പി വിഷു. ബൈ, ടാറ്റാ, ബൈ. അമ്പലത്തിലൊക്കെ പോയി തൊഴുതിറങ്ങി. നല്ല തിരക്കെന്ന് വെച്ചാൽ രക്ഷയില്ല, അമ്മാതിരി തിരക്കായിരുന്നു. പഴവങ്ങാടി മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, കാരണം ആദ്യക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു കണ്ടോ. അവന് ഉറങ്ങി, വണ്ടി കയറിയ സമയം തൊട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. വിഷു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ എല്ലാവർക്കും ഇപ്പൊ എന്തെങ്കിലും വിശേഷമൊക്കെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മ അല്ലെങ്കിൽ ഓർക്കുന്നൊരു കാര്യം കാണും. എനിക്ക് എപ്പോഴും വിഷു എന്ന് പറയുമ്പോൾ എനിക്ക് മാത്രമല്ല, എനിക്ക് ചേച്ചിക്കും അത് തന്നെയായിരിക്കും മനസ്സിൽ ഓർമ്മ. നമ്മുടെ അമ്മാമ്മയാണ് കേട്ടോ ഓർമ്മ. അമ്മമ്മ രാവിലെ എണീറ്റ് നല്ല പട്ടൊക്കെ കൊടുത്ത് പാട്ടൊക്കെ പാടും കേട്ടോ, എല്ലാം കേട്ടോ. അതും പാട്ടും എനിക്ക് ഓർമ്മയുണ്ട്. കണി കാണും നേരം ആ പാട്ട്. അയ്യോ, എല്ലാ വിഷു വന്നാലും നമുക്കതാണ് ഓർമ്മ വരണം. ഈ വർഷവും അമ്മാമ്മയെ ഓർക്കുന്നു. ഇപ്പം അമ്മമ്മ ഇല്ല നമ്മുടെ കൂടെ, മരിച്ചിട്ട്, അതായത് അമ്മയുടെ അമ്മയാണ് മരിച്ചിട്ട് ഒത്തിരി വർഷമായി. ഈ ഒരു സമയം ഞാൻ എപ്പോഴും അമ്മമ്മ, ഈ ഒരു സമയം മാത്രമല്ല പൂജ വെപ്പിന് അമ്മമ്മ നല്ല പട്ട് സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നല്ല പൂവൊക്കെ വെച്ച് നല്ല പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ പാടും. രാവിലെ എണീച്ച് പാടും. അപ്പം നമ്മൾ എണീറ്റ് വരുമ്പോഴേ അമ്മമ്മ ആ കണി വെച്ച സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ പാടുമായിരിക്കും. ഇതാണ് നമ്മൾ തന്നെ കണ്ട് എണീക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വിഷുവിനും ഓണത്തിനൊക്കെ ഈ ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത്. ഓണം അല്ല, പൂജ വെപ്പിനൊക്കെ. എടുത്തോ, കിട്ടിയോ?
ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് നേരെ പോയി ഫുഡൊക്കെ കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് മാമൻ്റെ വീട്ടിലോട്ട് പോകണം. പിന്നെ കുറച്ച് വീട്ടിലോട്ടൊക്കെ നമുക്കൊക്കെ പോകണം. കുട്ടികൾക്ക് കൈനീട്ടം കൊടുക്കാനും നമുക്ക് കൈനീട്ടം വാങ്ങിക്കാനും. വീട്ടിലെത്തിയിട്ട് കാണാം. ബൈ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇരുന്ന് എന്തോ ആശ്വാസം. സമയം 12 മണി. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ അച്ഛനമ്മയും കാണാൻ പോകണം. അവർക്ക് കൈനീട്ടമൊക്കെ കൊടുക്കണം. ഇവക്കുട്ടിയുണ്ട്, ചേച്ചിയുണ്ട്, എല്ലാവരും പോയി കാണണം. അതിനുശേഷം നമ്മൾ തിരിച്ച് വന്ന് അമ്മൂമ്മയെ കാണാൻ പോകുന്നത് ചേട്ടൻ്റെ അമ്മൂമ്മയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആദ്യം പോയി നല്ല അടിപൊളി സദ്യ കഴിക്കാം. ഇന്ന് നമുക്ക് ശരിക്കും 2 സദ്യ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നും കഴിക്കും, നമ്മുടെ വീട്ടിൽ നിന്നും കഴിക്കും. അപ്പോൾ ഫസ്റ്റ് ഇവിടുത്തെ സദ്യ കഴിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. സഖിമാരും താനും പശുക്കളെ മീച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വിണ്ണ കവർന്നുണ്ണും അത് ഹൗസ് അടുത്തു അത് ചിലുചിലിയെന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനി സ്ട്രൈറ്റ് വീട്. അതിന് ശേഷമുള്ള എൻ്റെ വിഷു കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടുത്തെ വിഷു ആഘോഷിച്ചു. പിന്നെ നമ്മൾ വീട്ടിൽ പോയി. പിന്നെ തീർന്നിട്ടില്ല. നമ്മള് നേരെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയാലേ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പൊ ഇനി നമ്മൾ സ്ട്രൈറ്റോ നമ്മുടെ വീട്ടില് അവിടെ അച്ഛനും അമ്മയും ചേച്ചി ആരും ഫുഡൊന്നും കഴിക്കാണ്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ഇവിടെ സദ്യ കഴിച്ചു. ഇനി നമ്മൾ ചെന്നിട്ട് അവർ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇല മേടിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ആ കടയിലുള്ള അങ്കിള് ചോദിക്കുകയാണ്, എന്താ മോളെ വിഷുവായിട്ട് മണി 3 ആയില്ല, ഇപ്പോഴാണ് ഇനി ഊണ് കഴിക്കാൻ പോണത്. അപ്പൊ ഞാൻ പറയുമായിരുന്നു, ഇല്ല അങ്കിളെ വീട്ടിൽ അമ്മ അച്ഛനും കാത്തിരിക്കുന്നുണ്ട്, നമ്മൾ ചെന്നാലേ അവർ ഉണ്ണൂ എന്നുള്ളത്. വിഷുവായിട്ട് കഴിക്കാൻ താമസിച്ചു. വീട്ടിലത്തേക്ക് മേടിച്ച ബോളിയും ഇലയും നമ്മൾ ചെന്നിട്ട് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാണ് അവരിയ്ക്കുന്നത്. കം ലെറ്റ്സ് ഗോ. അടയ്ക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ സമയം 3 മണി. ഇത്ര നേരോട്ട് കഴിച്ചിട്ടില്ല. ഇവാച്ചു എത്ര വലിയ കണിയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു കണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അമ്മയുടെ സ്നേഹം കൂടി നമുക്കതിൽ കാണാം. എനിക്കും ചേച്ചിക്കും കുഞ്ഞിലേ തൊട്ട് അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്നേഹത്തിൽ ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതൊക്കെ നമുക്ക് ഓർമ്മ വരും. അപ്പം എന്തായാലും നമ്മൾ ചെന്നപ്പാടെ തന്നെ ഇതേ അച്ഛനെയും അമ്മയും മാറ്റിയൊക്കെ ഇരുത്തിട്ട് നമ്മൾ തന്നെ വിളമ്പി തരാമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്ന് ഒത്തിരി ലേറ്റ് ആയിട്ടും അവർ നമുക്ക് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നത്തെ ഈ ഒരു സദ്യ ഫുൾ ക്രെഡിറ്റ്സും പോകുന്ന ചേച്ചിക്കാണേ. അങ്ങനെ നമ്മളിത് എല്ലാ പേരും കൂടെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുകയാണ്. ഇതൊരു ചെറിയൊരു സന്തോഷമാണല്ലേ. ഭക്ഷണം ഫുള്ള് റെഡി ആയിട്ടും 4 മണിയായിട്ടും അച്ഛനും അമ്മയും ചേച്ചിയും കൊച്ചു പോലും ഒന്നും കഴിക്കാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം നമ്മളും കൂടെ വന്നാലേ അവർ വിഷു പൂർത്തിയാവൂ എന്നുള്ളത് കൊണ്ടാവും ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് ഒരു സന്തോഷമാണല്ലേ. അപ്പോൾ നമ്മളും ഒരു ഇലയിൽ ചോറിട്ട് കഴിക്കുകയാണ്. പക്ഷേ നമ്മൾ 2 ഇലയിലാക്കില്ല കേട്ടോ. കാരണം ഒരു സദ്യ കഴിച്ചുകൊണ്ട് ഒരു ഇലയിൽ നമ്മൾ വാരി കൊടുത്ത് കഴിക്കുമായിരുന്നു കേട്ടോ. അങ്ങനത്തെ അടിപൊളി ബോളിയും പായസമൊക്കെ കഴിച്ചു. അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ട് അമ്മയും അനിയനെയും കൂടെ പിക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ. ചെറുപ്പത്തിൽ ഞാനും എൻ്റെ അമ്മാമ്മയും എപ്പോൾ നോക്കിയാലും വഴക്കാണ്, പക്ഷെ എന്നാൽ അതുപോലെ സ്നേഹമാണ് കേട്ടോ. അമ്മാമ്മയും ഞാനും ആയിരുന്നു എപ്പോഴും കളിയും വഴക്കുണ്ടാക്കണതും. അമ്മ ഒരുപാട് കുരുത്തക്കെടും ഞാൻ കാണിച്ചു കൂട്ടുമായിരുന്നു അമ്മമ്മയുടെ കൂടെ. അമ്മമ്മ പോയ ശേഷം കിട്ടിയ ഒരു അമ്മമ്മയാണ് കേട്ടോ ഇത്. ചേട്ടൻ്റെ അമ്മമ്മയാണെങ്കിലും എനിക്ക് എൻ്റെ അമ്മാമ്മ എങ്ങനെയാണോ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അതുപോലത്തെ എല്ലാ കൊഞ്ചലും കളിയും ചിരിയും ഒക്കെ നമ്മൾ അമ്മൂമ്മയുടെ അടുത്ത് കാണിക്കാറുണ്ട്. നമ്മളെപ്പോൾ വീട്ടിൽ പോയാലും അമ്മമ്മ എന്തെങ്കിലും കഴിപ്പിച്ചിട്ട് എന്നെ വിടാറുള്ളൂ. അങ്ങനെ ഇന്നലെ കുറച്ച് ചോറും മീൻകറിയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ അത് എല്ലാവരും സന്തോഷമായിട്ട് ഇങ്ങനെ കൊച്ചുങ്ങളോട് കളിച്ചൊക്കെ ഇരിക്കുകയാണ്. നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ എല്ലാ വർഷത്തെയും പോലെ മറ്റൊരു വിഷു കൂടി കടന്നുപോയി. നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നോട്ടെ. നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് ഒരു വിശേഷമൊക്കെ വരുമ്പോൾ. 5:20 തൊട്ട് നമ്മൾ ഓടുകയാണ്. എൻ്റെ പൊന്നെ, സത്യം പറഞ്ഞാൽ നടുവൊക്കെ ഒരു പരുവായി ഇരിക്കുകയാണ്. ഇന്ന് ഒരേറ്റ കിടത്താം. ഇപ്പോൾ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് ചോറും മീൻകറിയൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് വയറ് ഫുള്ളാണ്. 2 സദ്യ, രാവിലത്തെ കാപ്പി എല്ലാം എൻ്റെ വയറിലുണ്ട്. പിന്നെ ഇടയ്ക്ക് അല്ലാത്ത കൊച്ചു കൊച്ചു സ്നാക്സ്, ബോളി, 2 ബോളി എല്ലാം കൂടെ കഴിച്ച് എൻ്റെ വയറ് ഫുള്ളാണ്. ഇപ്പോൾ പോരെ തന്നെ അമ്മമ്മയുടെ വീട്ടിൽ പോയി കുറച്ച് ചോറും കൂടെ ഞാൻ കഴിച്ചു. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഞാൻ പോയി സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോകുന്നു. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം, കിടന്നുറങ്ങും. സത്യം പറയാൻ ടയർഡാണ്. നിങ്ങൾക്ക് എൻ്റെ മുഖമൊക്കെ കാണുമ്പോഴേ മനസ്സിലാവും. അപ്പം എന്തായാലും ഞാൻ ഇവിടെ ഇന്നത്തെ വീഡിയോ നിർത്താൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ബൈ. ചിലുചിലിയെന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പി